ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സീനീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ ഇന്ന് ഓണാഘോഷം ആണ്, എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് കുറച്ച് പൂ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ സ്കൂളിലേക്ക് ഒരുങ്ങി പോകുന്ന ആ ഒരു കാഴ്ചയും, പിന്നെ ഇന്ന് തന്നെയാണ് നാത്തൂൻ്റെ മോളുടെ പ്രസവിച്ച് എഴുന്നേൽക്കൽ, 40-ാം ദിവസം പ്രസവിച്ച് എഴുന്നേൽക്കൽ. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും അങ്ങനെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. നമുക്ക് ഗുണ്ടൽപേട്ട അടുത്തായതുകൊണ്ട് പൂവിനൊക്കെ കുറച്ച് വില കുറഞ്ഞൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ആ ഒരു ഇതിലല്ല നമുക്ക് വില കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത്, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് പൂ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കുറച്ചൊരു വില കുറഞ്ഞ് പൂ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പൂവ് വാങ്ങിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല ചെണ്ടുമല്ലിയൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ കാണാൻ. ഓറഞ്ച് ചെണ്ടുമല്ലിയാണെങ്കിലും അതേപോലെ മഞ്ഞ ചെണ്ടുമല്ലിയാണെങ്കിലും നല്ല വലുപ്പമുണ്ട് കാണാൻ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. പിന്നെ ഇന്ന് ഉച്ച വരെ ഉള്ളൂ സ്കൂള്. ഉച്ച 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓണസദ്യയൊക്കെ കൊടുത്ത് കുട്ടികളെ തിരിച്ചു വിടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് അവരെ കൂട്ടിയിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ അവരൊക്കെ ഒരുക്കി അവരെ സ്കൂളിലേക്ക് വിടുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറുടെ വണ്ടി തന്നെയാണ് കേട്ടോ അവർ സ്കൂളിലേക്ക് പോകുന്നത്. അദ്ദേഹം തന്നെയാണ് ട്രിപ്പ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോയി. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ കുട്ടികളെയും കൂട്ടി പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഞങ്ങൾ വരുന്ന വഴി കേക്കും കൂടെ വാങ്ങിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജുമ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമ ഉണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങളൊക്കെ ജുമയ്ക്ക് പോയ ഒരു സമയം കൂടെ ആയിരുന്നു കേട്ടോ. മാനന്തവാടി ഗ്രീൻസ് റെസിഡൻസിയിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടിക്ക് 40-ാം ദിവസമാണ് കേട്ടോ. ഞങ്ങൾക്ക് 40-ാം ദിവസം അതൊരു ചടങ്ങാണ്. അന്നാണ് കുട്ടിക്ക് സ്വർണ്ണമൊക്കെ അണിയിക്കുക. അപ്പോൾ ആ ഒരു ചടങ്ങാണ് കേട്ടോ. ആദ്യം കുട്ടിയുടെ ഉപ്പയുടെ ആൾക്കാരാണ് കേട്ടോ സ്വർണം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉമ്മേൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളവർക്ക് സ്വർണ്ണമോ ഡ്രസ്സോ എന്താണോ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ ഉപ്പയാണ് ഇത്. മൂപ്പരും അതേപോലെ അവരുടെ ഉപ്പാൻ്റെ പെങ്ങന്മാർ, ഉമ്മ, അങ്ങനെ അവർ കൊണ്ടുവന്ന സ്വർണ്ണമൊക്കെ അവരണിയിക്കുകയാണ്. അപ്പോഴേക്കും കുഞ്ഞ് കരച്ചിലൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാവരും ഒന്നും സ്വർണ്ണം ഇട്ട് കൊടുക്കാനൊന്നും അവൾ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങി. അത് കുട്ടികൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ആളും ബഹളും ഒക്കെ കാണുമ്പം കുഞ്ഞുങ്ങൾ കരയിൽ തുടങ്ങുമല്ലോ. അപ്പോൾ അവൾ കരയുന്ന ആ ഒരു സമയമായപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും എന്താക്കി, അവളൊന്ന് പാലൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് സമയം അങ്ങനെ മാറ്റി കേട്ടോ. പിന്നെ അവളുടെ കരച്ചിലൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ബാക്കിയുള്ളവരും ഇതേപോലെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്തു. മോളും മോനും കൂടെ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരു മോതിരായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളും മോനും കൂടെ ചേർന്നിട്ടാണ് അത് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും മോള് പിന്നെയും കരച്ചിൽ തുടങ്ങി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഈ റെസിഡൻസിയിൽ തന്നെ ഹോളിൽ ഒരു സൈഡിൽ ഫുഡ് കഴിക്കാനുള്ള ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ സിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെയറും ഇതേപോലെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കേക്ക് മുറിക്കലായിരുന്നു. കുട്ടികളുടെ സ്വർണം ധരിക്കലും അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം പിന്നെ കേക്ക് മുറിക്കലായിരുന്നു കേട്ടോ ചടങ്ങ്. അപ്പോൾ മോള് കേക്ക് മുറിക്കാനൊന്നും മോള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞിനെ മാറ്റിയിട്ട് അവർ രണ്ടുപേരും അതേപോലെ ഉപ്പയും ഉമ്മയും കൂടെ ചേർന്ന് അവർ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. എല്ലാവരും കേക്ക് കഴിക്കുകയും ചെയ്തേ. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ മന്തിയും പിന്നെ ബീഫ് ബിരിയാണിയും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് അലീസയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ അത് ഉപകാരപ്രദമാവും. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പുത്തൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കാനും മറക്കരുതേ.